സൗത്ത് ആഫ്രിക്കൻ പട്ടണമായ ജോഹന്നാസ്ബർഗിലെ സതേൺ സൺ സാന്റൻ ഹോട്ടലിലെ 6-ാം നമ്പർ നിലയിൽ നിന്നുള്ള പുറം കാഴ്ചയാണിത്. സമയം രാവിലെ 6:30 മണിയോടടുക്കുന്നു. പുറത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ധാരാളം ബിൽഡിങ്ങുകളും അതിൻ്റെയൊക്കെ ഇടയിലായി നട്ടുവളർത്തിയിരിക്കുന്ന മരങ്ങളും എനിക്ക് സമ്മാനിക്കുന്നത് ഒരു നല്ല പ്രഭാത കാഴ്ചയാണ്. സൂര്യരശ്മികളേറ്റ് ബിൽഡിങ്ങിനൊപ്പം മരങ്ങളും സുന്ദരിയായി നിൽക്കുന്നു. പലനാടൻ ട്രാവലറിൻ്റെ സൗത്ത് ആഫ്രിക്കൻ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. വെയിൽ വെട്ടമൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. രാവിലെ ഫ്രഷായി ഞാൻ നേരെ താഴേക്ക് പോവുകയാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിട്ടുള്ള വിശാലമായ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത്. F&B ടീമിൻ്റെ വക ഒരു വാം വെൽക്കം തന്നെ രാവിലെ എനിക്ക് കിട്ടി. എൻട്രി ഏരിയയിൽ നിന്ന് തന്നെ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം നെൽസൺ മണ്ടേല സ്ക്വയറും കുറച്ച് ലോക്കൽ കാഴ്ചകളും കാണുകയാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. ഫ്രൂട്ട്സുകൾക്കൊപ്പം വിവിധ തരത്തിലുള്ള യോഗർട്ടുകളും അതോടൊപ്പം മിക്സഡ് ബെറി കോമ്പോട്ട്, സ്വിസ് ബിർച്ചർ മ്യൂസിലിയൊക്കെ കാണാം. മറുവശത്ത് ഫ്രഷ് വെജിറ്റബിൾ കട്ട് ചെയ്ത് വച്ചിട്ടുമുണ്ട്. അതോടൊപ്പം ഫ്രൂട്ട്സുമുണ്ട്. ഇത് ബ്രെഡുകളുടെ സെക്ഷനാണ്. സ്മോൾ, ലോങ്, വീറ്റ് അങ്ങനെ പലതരത്തിലുള്ള ബ്രെഡുകൾ ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. അവയോടൊപ്പം ചേർത്ത് കഴിക്കേണ്ട ന്യൂട്ടല്ലയും ബട്ടറും ജാമും ഒക്കെയും നിരത്തി വച്ചിരിക്കുകയാണ്. ചുട്ടുപഴുത്തിരിക്കുന്ന ടോസ്റ്ററിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. തൊട്ടടുത്തായി മഷ്റൂം, ഡാൽ, സ്മോൾ പൊട്ടറ്റോ പോലുള്ള കറിയും വിരുന്നായി ഒരുക്കിയിട്ടുണ്ട്. ബിസ്ക്കറ്റും പലതരത്തിലുള്ള ചീസുകളും ചിക്കനും ബീഫുമൊക്കെ സ്ലൈസ് ചെയ്ത പീസുകളും മറ്റൊരു മേശയിൽ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വിഭവങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. മറുഭാഗത്ത് ലൈവ് കിച്ചണാണ്. ഓംലെറ്റ് പ്രിപ്പയർ ചെയ്യുകയാണിവിടെ. നന്നേ പ്രായമായ ഒരു സൗത്ത് ആഫ്രിക്കൻ ലേഡിയാണ് ഇവിടുത്തെ ഷെഫ്. തൊട്ടടുത്തായി തന്നെ പാകം ചെയ്ത് വച്ചിരിക്കുന്ന ഫിഷ് കറിക്കൊപ്പം ഓക്സ് ലിവറും ഒപ്പം ചിക്കൻ സോസേജുകളുമുണ്ട്. നമുക്കിഷ്ടമുള്ള രീതിയിൽ മുട്ട കൊണ്ടുള്ള വിഭവങ്ങൾ ഇവിടെ പറഞ്ഞാൽ അവർ ഉണ്ടാക്കിത്തരും. വെജിറ്റബിൾ ഭക്ഷണ പ്രേമികൾക്കും ഒരു പ്രത്യേക ഏരിയ സജ്ജമാക്കിയിട്ടുണ്ട്. വെജ് നൂഡിൽസാണിത്. ഒപ്പം വെജ് സൂപ്പും ഒരുക്കിയിട്ടുണ്ട്. ഇനി കോഫി, ടീ അല്ലെങ്കിൽ ജ്യൂസുകൾ വേണമെന്നുള്ളവർക്കും അതും ഇവിടെ ഒരു പ്രത്യേക ഏരിയയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സും ഓംലെറ്റും ബ്രെഡും ഒക്കെ എടുത്ത് ഞാനും ഒരു ടേബിളിൽ സ്ഥാനം പിടിച്ചു. ബ്രേക്ക്ഫാസ്റ്റിനായി ടൂറിസ്റ്റുകൾ അധികമൊന്നും ഇവിടെ എത്തിത്തുടങ്ങിയിട്ടില്ല. വലിയ ഹാളിൽ എന്നെ കൂടാതെ ഒരു 10 പേർക്കകത്ത് മാത്രമേ ഉള്ളൂ. പൊതുവേ ഞാൻ വളരെ നേരത്തെ വന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. എന്നിട്ട് പുറം കാഴ്ചകൾക്കുള്ള ഷൂട്ടുകൾക്ക് പോകും. അതാണ് എൻ്റെ രീതി. ഒരുപാട് ആളുകൾ എത്തിയാൽ ഇവയൊന്നും ഭംഗിയായി ഷൂട്ട് ചെയ്യുവാൻ കഴിയുകയില്ല. ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഒരു ഗുവ ജ്യൂസും കൂടി ഞാൻ എടുത്തിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാഴ്ച കൂടി ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈനാണിത്. പ്രത്യേക ഷേപ്പുകളിലാണ് ലൈറ്റിംഗ് ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. കണ്ടാൽ ഒറിജിനൽ ഡയമണ്ട് തിളങ്ങി നിൽക്കുന്നത് പോലെ തോന്നിക്കും. ക്യാമറയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല. പക്ഷേ ഇത് നേരിട്ട് കാണേണ്ടത് തന്നെയാണ്. റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്തായി തന്നെയാണ് ബാർ കൗണ്ടറുമുള്ളത്. തലേ ദിവസം ജോലി ചെയ്ത ക്ഷീണത്താൽ തല കുമ്പിട്ടുറങ്ങുന്ന ഗ്ലാസുകൾ ഒരു വശത്തും തല ഉയർത്തിപ്പിടിച്ച് സന്ദർശകരെ മാടി വിളിക്കുന്ന വൈൻ ബോട്ടിലുകൾ മറുവശത്തും നമുക്ക് കാണുവാൻ കഴിയും. വൈകുന്നേരമാകുമ്പോൾ ഇവരെല്ലാം പല നാട്ടുകാരുടെ ഉള്ളിലേക്ക് അലിഞ്ഞിറങ്ങും. പിന്നെ മറ്റുള്ളവർ കടന്നു വരും. അങ്ങനെ എത്ര വമ്പന്മാർ കടന്നുപോയ വഴിയാണിത്. സതേൺ സണ്ണിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ. 9 നിലകളിലായി സ്ഥിതി ചെയ്യുന്ന
ഈ 4 സ്റ്റാർ ഹോട്ടലിൻ്റെ റൂഫ് ടോപ്പിൽ ഒരു പൂളുമുണ്ട്. ഈ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ജോഹന്നാസ്ബർഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമാണ് ഇവിടെ നിന്നുള്ളത്. ബഹുനില മന്ദിരങ്ങളും ഓഫീസ് സമുച്ചയങ്ങളും ഒക്കെയുള്ള ഒരു ബിസി സിറ്റി ഏരിയയാണിത്. റിവോണിയ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. ജോഹന്നാസ്ബർഗിൻ്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന റിവോണിയ വാണിജ്യ, റീറ്റെയിൽ, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക പ്രദേശം കൂടിയാണ്. റോഡിന് വശത്തായി കാണുന്ന മരങ്ങൾക്ക് തന്നെ നല്ല കാഴ്ച ഭംഗിയാണുള്ളത്. ഗോൾഡൻ നിറത്തിൽ അതിൻ്റെ ഇലകൾ ഇങ്ങനെ ഭംഗിയിൽ കാഴ്ചക്കാരെ അമ്പരപ്പിച്ച് നിൽക്കുകയാണ്. ഹോട്ടലിന് മുൻവശത്തായി തന്നെ ഒരു ചെറിയ ബസ് സ്റ്റോപ്പും കാണാം. ഞാൻ പതുക്കെ അവിടേക്ക് നടക്കുകയാണ്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ സൈഡിൽ ധാരാളം ഇൻഫർമേഷൻസ് അടങ്ങിയ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത തരത്തിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണിത്. ഓരോ ബസ് റൂട്ടുകളുടെയും അവിടേക്ക് പോകുന്ന ബസ്സുകളുടെ വിവരങ്ങളും ബസ് നമ്പരും ടൈമും എന്നിവ കൃത്യമായി അടയാളപ്പെടുത്തി വച്ചിരിക്കുന്ന ബസ് സ്റ്റോപ്പ്. ചെറിയ ബസ്സിൽ തുടങ്ങി മെട്രോ സർവീസിൻ്റെ വരെ എല്ലാ വിവരങ്ങൾ വളരെ കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോക്കലായി സഞ്ചരിക്കുന്ന ഒരു ട്രാവലർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് ഈ ചെയ്തിരിക്കുന്നത്. ഈ സിറ്റിയുടെ റൂട്ട് മാപ്പുകളും മറ്റ് അനുബന്ധ വിവരങ്ങളും കോൾ സെൻറ്റർ ഡീറ്റെയിൽസും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എനിക്ക് വലിയ അത്ഭുതം സമ്മാനിച്ച ഒരു ചെറിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണിത്. സ്റ്റീൽ കമ്പികൾക്ക് പകരം നല്ല വീതിയുള്ള ഇരിപ്പിടവും തീർത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ഭരണകർത്താക്കളും കണ്ടു പഠിക്കേണ്ട ഒന്നാണ്. ഇവിടെ വാങ്ങുന്ന കാശിന് മികച്ച സേവനം തിരിച്ചു നൽകുന്നത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ വ്യവസ്ഥ മനസ്സിൽ ഓർത്തുപോയി. പുതിയതും ഉപയോഗിച്ചതുമായ വാഹനങ്ങൾ വിൽക്കുന്ന ഒരു പ്രശസ്തമായ ഷോറൂമിന് മുമ്പിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇതിൻ്റെ പേര് EB മോട്ടോഴ്സ്. 2002 ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ധാരാളം വാഹനങ്ങൾ അതിനകത്തും നമുക്ക് കാണാൻ കഴിയും. സമയം രാവിലെ 8 മണിയായിരിക്കുന്നു. വാഹനങ്ങൾ റോഡിലൂടെ ചീറിപ്പായുന്നുണ്ട്. പലതരത്തിലുള്ള ബിൽഡിങ്ങുകൾ, ഹോട്ടലുകൾ, ഓഫീസ് കെട്ടിടങ്ങൾ, ഷോറൂമുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞാൻ തിരികെ ഹോട്ടലിലേക്ക് നടക്കുകയാണ്. അവിടെ നിന്നുമാണ് എനിക്ക് പുറത്തെ കാഴ്ചകൾ കാണാൻ പോകുന്ന വാഹനം ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി കണ്ട പൂക്കൾ ഇപ്പോഴും മനോഹരമായി വാടാതെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇവയെല്ലാം ഒറിജിനൽ പൂക്കളാണ്. ഹോട്ടലിന് സൈഡിലായി തന്നെ ഇങ്ങനെ നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ 20 മിനിറ്റിലും ഇവർ സന്ദർശകരെയും കൊണ്ട് തൊട്ടടുത്തുള്ള സാൻഡൺ ടവറിലേക്ക് പോകും. അവിടേക്കാണ് ഇന്നും ഞാൻ പോകുന്നത്. സാൻഡൺ ടവറിൻ്റെ തൊട്ടടുത്തായി തന്നെയാണ് നെൽസൺ മണ്ടേല സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പുറത്ത് കണ്ട മനോഹരമായ ഒരു ഗാർഡൻ കാഴ്ച കൂടി കണ്ടിട്ട് നമുക്ക് യാത്ര തിരിക്കാം. മതിലിനോട് ചേർത്ത് സ്റ്റീൽ കമ്പികൾ കൊണ്ട് തീർത്ത ഒരു ഗാർഡൻ ഏരിയയാണിത്. സ്റ്റീൽ കമ്പികളിലേക്ക് വള്ളിപ്പടർപ്പുകൾ പോലുള്ള കളർ ചെടികളെ കടത്തിവിട്ട് വളർത്തി ആ മതിൽ മനോഹരമാക്കിയിരിക്കുന്നു. അത്യാവശ്യം നല്ല കാറ്റുണ്ട് പുറത്ത്, ഒപ്പം മൃദുവായ തണുപ്പും. ഇരുമ്പും മരത്തടികളും കൊണ്ട് നിർമ്മിച്ച ചട്ടക്കൂടിൽ വളർത്തിയിരിക്കുന്ന ചെറുമരങ്ങളും ഇവിടുത്തെ എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ്. ഇതാണ് നമ്മുടെ സാരഥി, പേര് തോമസ്. കണ്ടാൽ ഭയങ്കര ഗൗരവക്കാരനാണ്, പക്ഷേ ആളൊരു പാവത്താനാണ്. കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ വളരെ വിശദമായി പറഞ്ഞു തരും. കോട്ടും സ്യൂട്ടുമൊക്കെ ധരിച്ച് വളരെ നല്ല ഗംഭീര സ്റ്റൈലിലാണ് പുള്ളിക്കാരൻ. സാൻഡൺ ടവർ ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ യാത്ര. റോഡ് ഇരുവശത്തും നന്നായി മരങ്ങൾ നട്ടു വളർത്തിയിട്ടുണ്ട്. അവയിൽ ചിലതൊക്കെ ഇലപൊഴിഞ്ഞു നിൽക്കുകയാണ്. സിറ്റിക്കുള്ളിൽ ആയതിനാൽ കാഴ്ചകൾ അതിഗംഭീരം.
മിനിറ്റിനുള്ളിൽ സാൻഡൺ ടവറിൽ എത്തിച്ചേർന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങിയിരുന്നു ഞാൻ. ധാരാളം കാഴ്ചകൾ ബാക്കി വച്ചാണ് ഇന്നലെ മടങ്ങിയത്. ഈ സാൻഡൺ ടവറിൽ കയറി മറുവശത്തെത്തിയാൽ പ്രശസ്തമായ നെൽസൺ മണ്ടേല സ്ക്വയറിൽ നമ്മൾ എത്തിച്ചേരും. എൻട്രൻസ് ഏരിയയിൽ തന്നെ വലിയ ഒരു പിയാനോ സജ്ജമാക്കിയിട്ടുണ്ട്. മ്യൂസിക് അറിയുന്നവർക്ക് അത് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാൻ അവസരമുണ്ട്. അതിൻ്റെ ABCD അറിയാത്തതിനാൽ ആ ഉദ്യമത്തിന് ഞാൻ മുതിർന്നില്ല. എസ്കലേറ്റർ കയറി ഞാൻ മുകൾ ഭാഗത്തേക്ക് പോവുകയാണ്. റൂഫ് ടോപ്പിലെ വലിയ ലൈറ്റിൻ്റെ ഭംഗി ഈ യാത്രയിലും എനിക്ക് ഷൂട്ട് ചെയ്യാതിരിക്കുവാൻ കഴിഞ്ഞില്ല. അത്രയ്ക്കും ഭംഗിയാണ് ഇവിടം. ദക്ഷിണാഫ്രിക്കയിലെ സാൻഡനിലുള്ള ഷോപ്പിംഗ് സെൻറ്ററിനോട് ചേർന്നാണ് നെൽസൺ മണ്ടേല സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഈ സ്ക്വയർ ലക്ഷ്യമാക്കി നടക്കുകയാണ് ഞാൻ. സമയം 10 മണിയോടടുക്കുന്നു. ഇന്നലെ രാത്രി ക്ലോസ് ചെയ്ത് കിടന്ന പല ഷോപ്പുകളും ഇന്ന് ലൈവായിട്ടുണ്ട്. ജോഹന്നാസ്ബർഗിലെത്തുന്ന സന്ദർശകരെല്ലാവരും ഈ ടവറിലും സ്ക്വയറിലും വരാതെ മടങ്ങിപ്പോകാറില്ല. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ പ്രദേശം കൂടിയാണിവിടം. നടന്നു പോകുന്നതിനിടയിൽ കണ്ടൊരു കാഴ്ചയാണിത്. നിരനിരയായി സ്ഥാപിച്ചിരിക്കുന്ന ATM കൗണ്ടറുകൾ, നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ഷോറൂമുകൾ നടന്നു പോകുന്ന വഴികളിൽ നമുക്ക് കാണാൻ കഴിയും. തനത് ആഫ്രിക്കൻ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങളും ഈ ഏരിയയിലൂടെ നടക്കുമ്പോൾ കാണാം. മാളിന് ഉൾവശത്തായതുകൊണ്ട് തന്നെ നല്ല വിലയാണ് ഇവയിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോക്കൽ മാർക്കറ്റിൽ നിന്നും ഞാൻ കണ്ട പല കരകൗശല വസ്തുക്കൾക്കും 4-5 ഇരട്ടി വിലയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ വിറ്റാൽ മാത്രമേ അവർക്കും ഇത് മുതലാവുകയുള്ളൂ. സന്ദർശകരെ ആകർഷിക്കുവാൻ പലതരത്തിലാണ് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് ഈ സാൻഡൻ സിറ്റി മാൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പെർഫ്യൂം ഷോപ്പുകൾ, സ്വിസ് വാച്ചുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ, സ്നാക്ക് ബാറുകൾ തുടങ്ങി ഒരു നീണ്ട നിര തന്നെയാണ് ഈ ഏരിയയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. മോളിൽ നിന്നും നെൽസൺ മണ്ടേല സ്ക്വയറിലേക്കുള്ള പ്രധാന കവാടമാണിത്. മോളിൻ്റെ ഒരു സൈഡിൽ വലിയ മൺചട്ടികളിൽ നട്ടുവച്ചിരിക്കുന്ന ചെടികൾക്കുമുണ്ട് ഒരു പ്രത്യേക ഭംഗി. നെൽസൺ മണ്ടേല സ്ക്വയറിൻ്റെ വിശാലമായ നടുമുറ്റത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ചുറ്റും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട വിശാലമായ ഒരു ഗ്രൗണ്ട്. മോളിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ വലതുവശത്തായി 3 സ്ത്രീരൂപങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. പ്രശസ്തമായ ബാലറ്റ് ഡാൻസിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മുഖാമുഖം നോക്കി നിൽക്കുന്ന രീതിയിലാണ് ഈ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ളത്. തൊട്ടപ്പുറത്തും വേറെയും സ്റ്റാച്യുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ തിരക്കേറിയ സാൻഡൻ CBDയുടെ മധ്യഭാഗത്തായാണ് നെൽസൺ മണ്ടേല സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത്. ഒരു ഓപ്പൺ എയർ സ്ക്വയറായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ ശൈലിയിലുള്ള പിയാസകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ സ്ക്വയർ ആഫ്രിക്കയിലെ ഏറ്റവും എക്സ്ക്ലൂസീവ് ഡൈനിങ്ങിനൊപ്പം ലൈഫ് സ്റ്റൈൽ ഡെസ്റ്റിനേഷനും കൂടിയാണ്. വെനീസിലെ സെൻറ്റ് മാർക്കസ് സ്ക്വയറിനോട് സാമീപ്യമുള്ള രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മുൻപ് സാൻഡൻ സ്ക്വയർ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. 2004 അതിൻ്റെ 10ാം വാർഷികത്തിൽ 6 മീറ്റർ ഉയരമുള്ള നെൽസൺ മണ്ടേലയുടെ ഒരു വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത ശേഷം ഇത് ഔദ്യോഗികമായി നെൽസൺ മണ്ടേല സ്ക്വയർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഏകദേശം 2.5 ടൺ ഭാരമുണ്ട് ഈ വെങ്കല പ്രതിമയ്ക്ക്. 6 മീറ്റർ ഉയരവും. ദക്ഷിണാഫ്രിക്കൻ ശില്പികളായ കോബസ് ഹാറ്റിങ്ങും ജേക്കബ് മാപ്പോന്യാനും ചേർന്നാണ് ഇതിൻ്റെ പൂർത്തീകരണം നിർവഹിച്ചത്. 400-ലധികം സ്റ്റോറുകളുള്ള ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ സമുച്ചയങ്ങളിലൊന്നാണ് ഈ നെൽസൺ മണ്ടേല സ്ക്വയറിലെ മോൾ. ഇവിടുത്തെ മോളിലേക്ക് ആയിരക്കണക്കിന് സന്ദർശകരാണ് ദിവസവും കാഴ്ചകൾക്കായി വന്ന് മടങ്ങിപ്പോകുന്നത്. നെൽസൺ മണ്ടേലയുടെ ഈ വെങ്കല പ്രതിമയ്ക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുവാനുള്ള സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. മണ്ടേലയുടെ പ്രതിമയ്ക്ക് അഭിമുഖമായി തന്നെ 3 മുഖംമൂടികളും ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതിന് തൊട്ടു പുറകിലായി തന്നെ ഡാൻസിങ് വാട്ടർ ഫൗണ്ടനും ഒരുക്കിയിട്ടുണ്ട്. പലതരത്തിലുള്ള മറ്റ് പ്രതിമകളും ഈ സ്ക്വയറിൻ്റെ 4 വശങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും തോക്കുധാരികളായ ജീവനക്കാരും ഈ സ്ക്വയറിൻ്റെ കാവലായി ഇവിടെയുണ്ട്.
രാത്രിയിലാണ് പകൽ വെളിച്ചത്തേക്കാൾ കൂടുതൽ ഭംഗി തോന്നിക്കുന്നത്. കളർ ലൈറ്റിൻ്റെ ഭംഗിയിൽ ഈ സ്ക്വയർ മനോഹരിയാകും. ചുറ്റുമുള്ള കെട്ടിടങ്ങളിലെ ലൈറ്റും ഒപ്പം സ്ക്വയറിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ട്രിപ്പ് ലൈറ്റുകളും കത്തി നിൽക്കുന്നത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. വാം ലൈറ്റുകളും മിൽക്കി വൈറ്റ് ലൈറ്റുകളും ഒക്കെ കൂടിക്കലർന്ന ഒരു അത്ഭുത പ്രതിഭാസം. സ്ക്വയറിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തുമ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന കളർ ലൈറ്റുകൾ നൽകിയിട്ടുള്ള ഡാൻസിങ് വാട്ടർ ഫൗണ്ടനും കാഴ്ചക്കാർക്ക് മറ്റൊരു നവ്യ അനുഭവം സമ്മാനിക്കുന്നു. ഈ സ്ക്വയറിന് ചുറ്റും ധാരാളം വ്യത്യസ്ത വിഭവങ്ങൾ സമ്മാനിക്കുന്ന റെസ്റ്റോറൻറ്റുകളും ഒരുക്കിയിട്ടുണ്ട്. സ്ക്വയറിൻ്റെ സൈഡിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രത്യേക ഇടങ്ങളിൽ വേണമെങ്കിൽ ഇരുന്ന് ഭക്ഷണം ആസ്വദിക്കുവാനുള്ള സൗകര്യവുമുണ്ട്. ഇവിടുത്തെ പ്രശസ്തമായ ഒരു റെസ്റ്റോറൻ്റാണിത്, ട്രംസ്. ബുച്ചറിയും ഗ്രിൽ ഹൗസും വൈൻ ഷോപ്പുകളും എല്ലാം കൂടിയുള്ള ഒരു തകർപ്പൻ റെസ്റ്റോറൻറ്റ്. അകത്ത് കയറി ബുദ്ധിമുട്ടണമെന്നില്ല. വിശദമായ മെനു തന്നെ പുറത്തെ ഡിസ്പ്ലേയിൽ ഒരുക്കിയിട്ടുണ്ട്. അതിൽ നോക്കി നമുക്കിഷ്ടമുള്ളത് കണ്ടെത്താം, ഓർഡർ ചെയ്യാം. വിശാലമായ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് ഇവിടെ നിന്നുമാണ് ഡിന്നർ കഴിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഭക്ഷണത്തിനായി ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. വാം ലൈറ്റുകളുടെ ശോഭയിൽ ഇതിനകം തിളങ്ങി നിൽക്കുകയാണ്. കണ്ടിട്ടും മതിവരാത്ത അത്രത്തോളം കാഴ്ചകളാണ് ഇതിനകത്ത് നമുക്കായി ഒരുക്കിയിട്ടുള്ളത്. ട്രംസ് ഒരു അൾട്രാ ലക്ഷറി റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഭക്ഷണം കഴിക്കാനാണ് ഇവിടേക്ക് എത്തിയതെങ്കിലും ഈ കാഴ്ചകൾ കണ്ടപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാതിരിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ട്രംസ് ബുച്ചറിയാണ് ഈ കാണുന്നത്. റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്തായി തന്നെയാണ് ബുച്ചറിയും ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ പലതരത്തിലുള്ള മാംസങ്ങൾ പച്ചയ്ക്കും ഉണക്കിയതുമൊക്കെ ഉണ്ട്. ഒപ്പം പലതരത്തിലുള്ള സോസുകളും സ്പൈസസും വിൽപ്പനയ്ക്കായി ഈ കാണുന്ന ഷെൽഫുകളിൽ നിരത്തി വച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ സ്വദേശികൾ റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ച് കൂട്ടുകാർക്കൊപ്പം പുറത്തേക്ക് ആർത്തുല്ലസിച്ച് പോവുകയാണ്. ഇതെല്ലാം ഉണക്കി സൂക്ഷിച്ചിരിക്കുന്ന മാംസങ്ങളാണ്. ചിലത് ബീഫ്, ചിലത് പോർക്ക്, അങ്ങനെ നിരവധി ഐറ്റംസ്. പ്രത്യേകം കമ്പികളിൽ അവ തൂക്കിയിട്ടിരിക്കുകയാണ്. ട്രംസിലെ കാഴ്ചകൾക്കൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനും പുറത്തേക്കിറങ്ങി. ഒന്നാം തരം ഭക്ഷണ വിഭവങ്ങൾ തന്നെയായിരുന്നു നമുക്കിവിടെ നിന്നും കഴിക്കാൻ കിട്ടുക. പല നിലകളിലായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന മോളാണിത്. ഇനി സാൻഡൻസണിലെ ഈ മോളിലൂടെ നടന്നു വേണം താഴേക്ക് പോകുവാൻ. ഈ കാഴ്ചകളൊക്കെ കണ്ട് പലനാടൻ്റെ യാത്രകൾ തുടരുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒപ്പം കൂടാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുവാനും. വീണ്ടും സൗത്ത് ആഫ്രിക്കയുടെ പുതിയ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ ഒപ്പം വരൂ. ഒത്തിരി കാണാം.